മാളയിൽ സ്കൂൾ ഉടമയുടെ വിവാദ പരാമർശത്തിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ വിശദീകരണവുമായി രാജു ഡേവിസ്. സ്കൂൾ പരിപാടിയിൽ പങ്കെടുക്കാത്തവരോട് പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറഞ്ഞതിൽ തെറ്റില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം. എന്നാൽ വിശദീകരണത്തിനിടയിലും രക്ഷിതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് സ്കൂൾ ഉടമ നടത്തിയത്. ഇത് വളരെ മോശമായ ഏർപ്പാടാണ്. ഇതൊരിക്കലും സഹിക്കാൻ പറ്റില്ല. ഒരു രാജ്യത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ അതിനെ ധിക്കരിച്ച് വീട്ടിലിരിക്കുക എന്നുള്ളത് വളരെ മോശമാണ്, വളരെ മോശമാണ്. അവരൊക്കെ വേറെ വല്ല രാജ്യത്ത് വല്ല പാകിസ്ഥാനിലും പോകേണ്ടതാണ്. അവർക്ക് ഇവിടെ ജീവിക്കാൻ അർഹതപ്പെട്ടവരല്ല. എല്ലാ സ്വാതന്ത്ര്യവും വേണം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, ഇന്ത്യയെക്കുറിച്ച് അത് ബഹുമാനമില്ലാതെയാണ് കുട്ടികളെ വളർത്തുന്നത്. അത് തന്നെ അവരുടെ കുട്ടികൾക്ക് ന്യായപ്പെടുത്തിയിരുന്നത്. അവരുടെ കുട്ടികളൊക്കെ ധിക്കാരികളും മോശക്കാരുമായി തീരുന്നതിന് കാരണം അവർക്ക് ഇതിനൊന്നും അവസരം നിങ്ങൾ ഉണ്ടാക്കുന്നില്ല. സ്കൂൾ പരിപാടിയിൽ പങ്കെടുക്കാത്തവരോട് പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറഞ്ഞെന്ന വിവാദ പരാമർശത്തിലാണ് സ്കൂൾ ഉടമ രാജു ഡേവിസ് വിശദീകരണവുമായി രംഗത്തെത്തിയത്. താൻ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ലെന്നും ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യമിട്ടല്ല പരാമർശമെന്നും രാജു ഡേവിസ് പറഞ്ഞു. പാകിസ്ഥാൻ മാത്രം നമ്മളെ നിരന്തരമായി ആക്രമിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് ഇതിനൊന്നും ഇവിടെ രാജ്യസ്നേഹമില്ലാതെ വളർത്തുന്നതിന് പകരം ഇങ്ങനെ രാജ്യങ്ങളിലേക്ക് പോകുന്നതാണ് നല്ലത് എന്നാണ് പറഞ്ഞത്. അതിൽ എൻ്റെ എങ്ങനെ ഏതൊരു ഇത് രാജ്യദ്രോഹമാണെന്ന് പറഞ്ഞു. പറഞ്ഞ ആൾക്ക് കിട്ടാത്തോണ്ടാണ് ഞാൻ പറഞ്ഞത്. രാജ്യദ്രോഹമാണ്, രാജ്യത്തിന് ഇന്ത്യക്കെതിരാണെന്ന് എങ്ങനെ മനസ്സിലായി? ഞാൻ ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിൽ പങ്കെടുക്കുന്നു പറഞ്ഞതാണ് ഇന്ത്യക്കെതിരാണെന്ന് പറഞ്ഞേക്കണേ. അത് വിപക്കത്തോട് പറഞ്ഞതാണ്. അപ്പോൾ ഇതിൽ എനിക്ക് യാതൊരു ഇച്ഛാഭംഗം തോന്നുന്നില്ല, അത് തെറ്റില്ല. ഞാനൊരു പ്രത്യേക മതവിഭാഗങ്ങളെയും ഞാൻ ആക്ഷേപിച്ചിട്ടില്ല. ഞാൻ അവരോടൊക്കെ വളരെ സഹകരിച്ചും സ്നേഹിച്ചും പോകുന്ന ആളാണ്. സ്കൂൾ പരിപാടികളിൽ പങ്കെടുക്കേണ്ടത് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കടമയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയെ നിരന്തരം ആക്രമിക്കുന്ന ശത്രുരാജ്യമായതിനാലാണ് പാകിസ്ഥാന്റെ പേര് പരാമർശിച്ചതെന്നും പ്രത്യേക സമുദായത്തെ ആക്ഷേപിച്ചിട്ടില്ലെന്നും രാജു ഡേവിസ് വിശദീകരിച്ചു. എന്നാൽ വിവാദ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നതിന് പകരം രക്ഷിതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് സ്കൂൾ ഉടമ നടത്തിയത്. രാജ്യസ്നേഹവും മതനിരപേക്ഷതയും അഖണ്ഡതയും തന്നെ ആരും പഠിപ്പിക്കേണ്ടതില്ലെന്നും രക്ഷിതാക്കളുടെ മോശം മനോഭാവമാണ് വിവാദത്തിന് പിന്നിലെന്നുമായിരുന്നു രാജു ഡേവിസിന്റെ പ്രതികരണം. അവരൊക്കെ പള്ളിയിൽ പോകണമെങ്കിലും ഒക്കെ ഞാൻ ബസ്സാർ പാടിയ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതാത് ദിവസങ്ങളിലൊക്കെ ക്രിസ്ത്യാനികളെയായി ഞായറാഴ്ച പള്ളിയിൽ കൊണ്ടുപോകും, മുസ്ലിമുകളായ വെള്ളിയാഴ്ച പള്ളി കൊണ്ടുപോകും, മറ്റുള്ളവർ അമ്പലത്തിൽ കൊണ്ടുപോകും. അങ്ങനെ എല്ലാവർക്കും ഞാൻ ഇതിനൊക്കെ വണ്ടിയൊക്കെ അറിഞ്ഞത് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അത് എൻ്റെ രാജ്യസ്നേഹവും എൻ്റെ അഖണ്ഡതയും മതനിരപേക്ഷതയൊന്നും ആരും എന്നെ പഠിപ്പിക്കേണ്ട. അത് സ്വയം മനസ്സിൽ തോന്നിയ ഒരു പ്രത്യേക സ്വഭാവമുള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചിന്തിക്കാനൊക്കെ ഇടവന്നത്. വിവാദ പരാമർശത്തിന് പിന്നാലെ നൽകിയ വിശദീകരണത്തിലെ അധിക്ഷേപകരമായ പരാമർശങ്ങളും പ്രതികരണ രീതിയും രക്ഷിതാക്കൾക്കിടയിലും പൊതുസമൂഹത്തിനും പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. മീഡിയ ടൈം, മാള.